വേരി തിരുമുത്തല്ലായ അവസാനത്തെ ആഗ്രഹം നടന്നു. ലക്കി മദർ. 5 किलो होगा. ഞാൻ നോക്കി 5 കിലോ കാണും. ബോംബെ സേട്ടുണ്ടെ ഞാൻ വിളിക്കട്ടെ? അതൊന്നും ശരിയാവില്ല. രാവിലെ 5 മണിക്ക് മുമ്പ് തിരിച്ചു കൊടുക്കാന്ന് ഞാൻ അവിടെ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അതാരെങ്കിലും കിരിക്കലു. നീങ്ങക്ക് വേണ്ടൊക്കെ വേണ്ട, എനിക്ക് വേണം. എത്രയും നാളോ ഒക്കെ സഹിച്ചുകൂടെ നിന്നില്. എനിക്ക് എന്നാ തന്നെ ദിനേശേട്ടാ കൂടിപ്പോയാ 15 പാവൻ. ബാക്കിയെല്ലാം നിങ്ങളെ കക്കാൻ പറ്റാതെ കള്ളന്മാർക്ക് പെൻഷൻ കൊടുത്ത് തിരുത്തില്ലേ? ഇല്ല ദിനേശേട്ടാ, ഇത് ഞാൻ സമ്മതിക്കൂല. അമ്മയുടെ ആഗ്രഹം സധിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് കർമ്മം തിരക്ക്. അപ്പൊ നിങ്ങളുടെ വീട് എവിടെ? സാറേ ഈ നാളികേരം എവിടേക്ക് ഒറ്റയ്ക്ക് പോണേ? അതെ ഐറ്റം അത് സുപ്പന സാറേ. 46 വയസ്സായിട്ടും കല്യാണം കഴിഞ്ഞിട്ടില്ലേ? അപ്പൊ അതിന്റെ നേർച്ചയാ. ഇതോന്റെ അവസാനത്തെ തങ്ങിയ. അങ്ങനെ പറയായിരിക്കും. അയ്യോ ദേവിയുടെ എന്റെ കല്യാണം. അല്ല, നിങ്ങൾ ഇന്നലെ ഇവിടുന്ന് വല്ല ശബ്ദം കേട്ടോ? വല്ല തട്ടില്? ഞങ്ങള് വീട്ടില് TV കണ്ടോണ്ടിരിക്കായിരുന്നു. തട്ടിമുട്ടി, അത് കാരണം ഒന്നും കേട്ടില്ല. നല്ല പരിപാടിയാ. തിരുമേനി, താൻ സീരിയൽ കളിക്കാത്ത കാര്യം പറയും. താൻ വിളച്ചെടുക്കരുത്. താൻ അറിയാതെ ദേവി പടിക്ക് പുറത്തു പോയില്ല. ഇവിടോ ഇനി ഞാനറിയാത്ത മുറിച്ച് വിറ്റോ? പറയണോ തിരുമേനി? പൊന്നു നായരെ, നിങ്ങളെന്നെ വിശ്വസിക്കേ. തന്നെ ഞാൻ ഇനിയും വിശ്വസിക്കണം അല്ലേ? തന്നെയൊക്കെ വിശ്വസിച്ചാണല്ലോ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കരയിലുമില്ല വെള്ളത്തിലില്ലാത്ത അവസ്ഥയാണ്. സാറേ, ആ നായും നായും തമ്മിൽ ഒരു ചരിത്രപരമായ ഒരു അന്തർധാര ഉണ്ടല്ലോ. സാറൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആർക്കടയിലെ ബൈക്ക് ക്ലബ് ഉണ്ടല്ലോ സാറേ, അത് സജീവമാണ്. ചരിത്രം ബൈക്ക് ക്ലബ്? നീ എന്തായി പറയണേ? സാറേ, ഈ നായും നായും എന്റെ ഒരു ഒബ്സർവേഷൻ ആട്ടാ. ഈ നായും നായും അറിയാതെ ഇവിടെ ഒരു കുറ്റം നടക്കൂല. അവരറിയാതെ ദേവി അവിടെ പോകണം. ഈ നായും നായും എന്താന്ന് പറയാദ്യം, നല്ല എനിക്ക് മനസ്സിലാവുള്ളൂ. സാറ് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായോ സാറേ? നാന്ന് പറഞ്ഞ നായരി, നാന്ന് പറഞ്ഞ നമ്പൂരി, ഷോർട്ട് ഫോം. ഇതറിയാതെ നടക്കൂലട്ടാ. ദേവിനെ ഇതറിയാതെ എങ്ങും കൊണ്ടുപോയി. അല്ല, പക്ഷെ നായും നായും ഒക്കെ ദേവിയുടെ ഇടം വരെ നിൽക്കുന്ന ആൾക്കാരല്ലേ? അവർക്ക് അങ്ങനെ ചെയ്യൂ? എന്റെ പൊന്ന് സാറേ, കൂടെ നിന്ന് കുത്തുന്ന ഒരു സുഖമുണ്ടല്ലോ, അതടുത്തുനിന്ന് കിട്ടില്ല. ഈ നായനായും പണ്ടേ ഇവിടെ ഇങ്ങനെ തന്നെയാണ്. എല്ലാത്തിലും തൊട്ടിൽ പറഞ്ഞ് നിൽക്കും, എല്ലാത്തിലും തൊടുകയും. ഞങ്ങളിവിടെ അനുഭവിച്ചാണ്. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഒന്ന് ചോദിക്കണുള്ളത് പിടിച്ചേ. തുപ്പിടല്ലാട്ടാ, വന്നിട്ട് കുടിക്കാ. ഇഷ്ടല്ലേ ജോലി വെറുതെ. എനിക്ക് ഉടയ്ക്കണം. ദേവി എവിടെയാ? ഉടയ്ക്കാനൊന്നുമില്ല, ദേവിയെ കള്ളം കൊണ്ടുപോയി. എനിക്ക് ഉടയ്ക്കാണ്ട് പറ്റില്ല. എന്നാ പിന്നെ നെഞ്ചത്തേക്കോടാ. നെഞ്ചത്ത് അതെ തിരുമേനി, ഞാനൊരു സംശയം ചോദിക്കാന്. സാറേ, ഞാൻ ഈ തേങ്ങ എന്താ? ഈ തേങ്ങ ഇപ്പൊ റൂട്ട് പിടികിട്ടി. ഈ തേങ്ങ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ചമ്മന്തി കറിക്കാം, ലേശം വെള്ളം ചേർത്ത ചട്നിയാക്കാം, പിന്നെ പുട്ടിന് ചേർക്കാം, പാല് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മീൻകറി ഉണ്ടാക്കാം, പിന്നെ വേണമെങ്കിൽ താളുകറി ഉണ്ടാക്കാം. അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്. അതിലെ നിങ്ങൾ ഒന്ന് പിടിക്കട്ടല്ലേ? ചെല്ല്, ഈ 2 തേങ്ങ കൊണ്ട് പോ. ചെല്ല്, പോങ്ങട് തേങ്ങ. അതെ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒറ്റപ്പെട്ട് മാറിയെന്ന അതിന്റെ മോശം എനിക്കാ. ഒരു കാര്യം പറയണ്ട്. ഒന്നേ ആ കസാരം എടുത്ത സത്യ തിരുമേനി നായരിക്ക് ഒന്നുമില്ല. ദിവ്യാംഗ സാർ നായന നായ മിക്സാണ്. നായും കൂടെ മിക്സാണ്. ഫോറൻസിന്റെ വണ്ടി വന്നല്ലോ.
അതല്ലേ ആ ഫിംഗർ ഒന്നുമില്ലോ ഇവിടെ ഇരിക്കട്ടാ പോലെ ഞാൻ പോരാ ഫിംഗർ വന്നല്ലോ കള്ളനെ പിടിക്കല്ലോ ഫിംഗറിന്റെ കൂടെ പെയിന്റ് പിടിക്കാറുണ്ടാ എന്തായി സാറേ വല്ലതും കിട്ടിയില്ലോ എഴുത്താ വേണ്ട സാറേ വേണ്ട സാറേ ഡോക്ടറോട് വേണ്ട ദേവി തിരിച്ചെത്തിക്കോളും തിരിച്ചെത്താൻ ദേവിക്ക് എന്താ ജീവനുണ്ടോ? താൻ മണ്ടത്തരോടെ പറയണേ. അല്ല സാറേ ദേവിക്ക് ജീവല്ല പക്ഷെ ദേവിയെ കൊണ്ടുപോയ ആൾക്ക് ജീവുണ്ട് ആളിവിടെ കത്ത് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ എന്ത് കത്ത്? താനെന്നാ കത്ത് വായിച്ചേ? ആ ഒരു മിനിറ്റ് ദേ വായിക്കാം എന്റെ കത്ത് വായിക്കാൻ പാടില്ല എന്നാ ഒന്ന് പെട്ടെന്നാവട്ടോ. വിശ്വാസികളെ മാപ്പ് കൊല്ലങ്ങളായിട്ട് തളർന്നു കിടക്കുന്ന എന്റെ അമ്മയുടെ ചങ്കാണ് മായക്കാവ് ദേവി ദേവീനെ കണ്ട് മരിക്കലാണ് അമ്മയുടെ അന്ത്യാഭിലാഷം അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അതൊന്ന് നിറവേറ്റാൻ തൽക്കാലം ഞാൻ വീട് വരെ കൊണ്ടുപോകും അമ്മയുടെ ആഗ്രഹം സാധിച്ചാൽ ഉടനെ ദേവി തിരിച്ചെത്തുന്നതാണ് എന്ന് അമ്മയെ സ്നേഹിക്കുന്ന മകൻ. വല്ലാത്തൊരു കത്തായി പോലും. എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വന്നു.